ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്നല്ലേ, ഇന്ന് ഞാൻ മുട്ടയപ്പം ഉണ്ടാക്കാൻ പോവാം. അപ്പോൾ അരി കഴുകിയിട്ട് അരക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതിൻ്റെ അരി കഴുകി എടുത്തിട്ടുണ്ട്. ബാക്കി ഇനി ഇതിൽ ചോറിടണം. ഇതിലേക്ക് ചോറിട്ടെടുക്കാം കേട്ടോ. ചോറിട്ട് കൊടുക്കാം. പിന്നെ തേങ്ങയും ജീരകമൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. പക്ഷെ എനിക്ക് അതിനെപ്പറ്റിയിട്ട് വലിയ ധാരണയില്ല. പക്ഷേ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു നുള്ളു ജീരകം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ജീരകം മാത്രം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ജീരകം മാത്രം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഇട്ടിട്ട് അരച്ചെടുക്കാം കേട്ടോ. സ്റ്റൂളിൽ കൊടുക്കണം. തേങ്ങ കൂടി ചേർത്ത് കൊടുക്കണം. ഞാൻ ഇങ്ങനെ സിമ്പിളായിട്ട് പെട്ടെന്ന് തീരുമാനിച്ചു. ദോശയ്ക്ക് വേണ്ടിയിട്ട് അരി പുതിർത്തായിരുന്നു. അപ്പം മുട്ടയപ്പം ആക്കാൻ വിചാരിച്ചു. വെള്ളം അത്യാവശ്യം കട്ടിയിൽ അരച്ചെടുക്കണം. സാധാരണ നമ്മൾ ദോശയ്ക്ക് അരക്കണ മാതിരി ലൂസാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മുട്ടയപ്പം പൊങ്ങി കിട്ടൂല. കട്ടിയായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇതിവിടെ റെഡിയാക്കിയിട്ട് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. തേങ്ങ ഇടാം കേട്ടോ. എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. ഞാൻ ഉണ്ടാക്കുന്നത് ജസ്റ്റ് ഞാൻ സത്യം പറഞ്ഞാലേ പിന്നെ അത് ഞാൻ നേരത്തെ പറഞ്ഞ ഞാൻ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരി പുതിർത്ത് വെച്ചതാണ്. പക്ഷേ എങ്കിൽ ഞാൻ വിചാരിച്ചെന്നാൽ മുട്ടയപ്പം ഉണ്ടാക്കാറ്. ഇത് അടക്കാൻ കിട്ടണില്ലല്ലോ കർത്താവേ. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, കണ്ടോ, കട്ടിയായിട്ട് അരച്ചെടുക്കണം. ഞാൻ ചുട്ടു പറയാം. ഓക്കെ ആവുന്നത് നല്ല നമ്മളെ മുട്ടയപ്പം പൊങ്ങി കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രം ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യും. ഇല്ലെങ്കിൽ ഇവിടെ വെച്ചിട്ട് നിർത്തുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ അരപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കി നമുക്ക് റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ ഇരുമ്പിൻ്റെ ചട്ടി കേട്ടോ. ചട്ടി ചൂടായിട്ട് ഇപ്പോൾ ഒക്കെ നോക്കിയിട്ട് ഉപ്പ് പാകമല്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണേ. എന്തോ എനിക്ക് അറിഞ്ഞൂടാ എന്താവുന്നു. പള്ളിക്കൂടം നാനറേ, അങ്ങനെയല്ലേ പാട്ട്. എണ്ണ ചൂടായി. ഒരു ചെറുത് കുടഞ്ഞു നോക്കിയതാ ചൂടായോ എന്നറിയാൻ വേണ്ടിയിട്ട്.
കൊടുക്കാം കേട്ടോ. ടോപ്പാണോ എന്തോ പൊങ്ങണില്ല ഗൈസ്. സക്സസ്. അടിപൊളി. തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് വേവിച്ചു കൊടുക്കണം കേട്ടോ. സക്സസ് ആയി ഗൈസ്. സംഭവം എന്താണെന്ന് വെച്ചാൽ മുട്ടയപ്പം ഞാൻ വല്ലപ്പോഴേ ഉണ്ടാക്കാറുള്ളൂ. ഞാൻ എപ്പോഴെങ്കിലും, ഇപ്പം ഒരുപാടായി ഞാൻ മുട്ടയപ്പം ഉണ്ടാക്കിയിട്ട്. അപ്പോൾ പിന്നെ അതുകൊണ്ട് എനിക്കൊരു പേടിയുണ്ടായിരുന്നു സംഭവം ആവോന്നുള്ളത്. അപ്പോൾ നമ്മുടെ മുട്ടയപ്പം റെഡിയായി ഗൈസ്. സക്സസ് ആയി. കുറച്ചായിട്ട് ഒഴിക്കാണ്ട് ഒറ്റയടിക്ക് അങ്ങോട്ട് ഒഴിക്കണം കേട്ടോ. പൊങ്ങി വരുന്നുണ്ട്. അടിപൊളി അടിപൊളി. സന്തോഷ സൂചകമായി പൊങ്ങി വരുന്നുണ്ട് ഗൈസ്. ഇതിപ്പോ എനിക്ക് പോസ്റ്റ് ചെയ്യാൻ കഴിയുമെന്ന് വിചാരിച്ചിട്ടൊന്നല്ല ഞാൻ വീഡിയോ എടുത്തത്. സത്യമായിട്ടും ഇത് അട്ടർ ഫ്ലോപ്പ് ആവുമെന്ന് വിചാരിച്ചിട്ട് തന്നെ എടുത്ത വീഡിയോ ആയിരുന്നേ. ഉറപ്പായിട്ട് സക്സസ് ആവില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്ത വീഡിയോ ആയിരുന്നു. പറഞ്ഞാൽ ചിലപ്പോൾ വിശ്വസിക്കുന്നില്ല. ഞാൻ മറിച്ചിടണില്ല കേട്ടോ. മറിച്ചിടുന്ന സമയത്ത് ചെറിയ ചെറിയ ദ്വാരങ്ങളുള്ളതുകൊണ്ട് എണ്ണ വല്ലാണ്ട് തെറിക്കണം. എങ്ങനെ ഇങ്ങനെ ഒരു സൈഡ് നന്നായിട്ട് മുരിച്ചിട്ട് മറ്റേ സൈഡ് നമ്മൾ അത് വേവും നന്നായിട്ട് വെക്കണം. മുരിച്ചിടുമ്പോൾ മറിച്ചിടുമ്പോൾ കണ്ടോ ഇങ്ങനെ ഇതാണ്. എണ്ണ വല്ലാണ്ട് എണ്ണ. Success guys. അപ്പോൾ നമ്മുടെ മുട്ടയപ്പം റെഡി ഗൈസ്. ഇച്ചിരി തേങ്ങ കൂടി ഇടായിരുന്നു. തേങ്ങ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടായിരുന്നു നമുക്ക്. ഇപ്പോൾ ടേസ്റ്റ് ഇല്ലാന്നല്ല, നമുക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടട്ടെ. നമുക്ക് അതുപോലെ ബാക്കിയുള്ളതും കൂടി ആക്കി എടുത്തിട്ട് വരാം കേട്ടോ. കഴിഞ്ഞില്ല ചുട്ടുകൊണ്ടിരിക്കുന്നു. ആ കറക്റ്റ് മുട്ടയപ്പത്തിൻ്റെ ആ ഒരു ഷേപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാം ഒന്നും അങ്ങനെ ഒന്നുമില്ല, പക്ഷെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഉച്ചിടുമ്പോൾ നോക്കണം. അയ്യോ എന്നെ കാണുന്നില്ലേ, അയ്യോ എന്നെ കാണുന്നില്ലേ.
മുട്ടയപ്പം പൊതുവേ എണ്ണയായിരിക്കും. അപ്പോൾ പിന്നെ അതിനിടയിൽ മറിച്ചിടുമ്പോൾ ഇത് കണ്ട പൊട്ടിയിട്ട്, അപ്പോൾ അതിലേക്കൂടെ വല്ലാണ്ട് എണ്ണ കയറിയിട്ട് ഭയങ്കര എണ്ണയായിരിക്കും. അപ്പോൾ ഞാൻ അതുകൊണ്ട് പിന്നെ മറിച്ചിടാണ്ട് എണ്ണ കോരി ഒഴിച്ചിട്ട് അങ്ങനെ വേവിക്കരുത്. ഒരു സൈഡ് മാത്രം നന്നായിട്ട് വേവിച്ചു, ഒരു സൈഡ് നന്നായിട്ട് പൊരിച്ചെടുത്തു. ഇതല്ലോ ഒരു സൈഡ് നോർമൽ ആയിട്ട് കൂടെ ആവട്ടെ, അതുകൂടെ ആവട്ടെ. പക്ഷേ ഞാൻ ഇത്തിരി സക്സസ് ആവുമെന്ന് വിചാരിച്ചില്ല ഗൈസ്. എനിക്ക് ഭയങ്കര സന്തോഷം. നമ്മൾ ഈ പിന്നെ ഉഴുന്നും അരിയൊക്കെ നമുക്ക് അമ്മമാർക്കാവുമ്പോൾ അറിയാം. എന്ന് വെച്ചാൽ പിന്നെ ഉഴുന്നും അരിയൊക്കെ അരച്ച് രാത്രി തലേന്ന് അരച്ച് വെച്ചിട്ട് രാവിലെ എഴുന്നേറ്റ് അതെടുത്ത് നോക്കുമ്പോൾ പൊങ്ങി വന്നിട്ടുണ്ടെങ്കിലുള്ള ഒരു സംതൃപ്തി ഉണ്ടല്ലോ. അതുപോലെയാണ് ഈ മുട്ടയപ്പം കായപ്പൊക്കെ ആകുമ്പോൾ ആക്കുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ അത് നന്നായിട്ട് പൊങ്ങി വരണ്ടോ, നല്ല പാകത്തിനാണ് എന്നൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണ്. അന്നത്തെ മൂഡ് പോകും. ദോശക്കൊക്കെ അരി അരച്ച് വെച്ച് അത് ഓക്കെ അല്ലെങ്കിൽ നമ്മൾ അന്നത്തെ മൂഡേ പോകും. രാവിലെ സ്റ്റാർട്ടിങ് കഴിഞ്ഞു ഗൈസ്. കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ മുട്ടയപ്പം ഇവിടെ റെഡിയായി ഗൈസ്. അടിപൊളിയല്ലേ? അപ്പോൾ പിന്നെ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ദോശയ്ക്ക് അരി ഇട്ടിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അതിലേക്ക് ലേശം ചോറും തേങ്ങ കൂടി ഇടായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ എനിക്ക് അത് കിട്ടൂല്ലോ എന്നൊരു സംശയം. തേങ്ങ ഇടാറുണ്ട് എല്ലാവരും, അതൊരു പാകത്തിന് കറക്റ്റ് ഇട്ടില്ലെങ്കിൽ ചിലപ്പം പൊങ്ങി കിട്ടാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് ഞാനൊരു ഇച്ചിരി ആ ഒരു ടേസ്റ്റിന് ജീരകം, നമ്മുടെ നോർമൽ ജീരകം ഇട്ടേ, മറ്റേ പെരുംജീരകമില്ലേ അതാ ഇടണ്ടായിരുന്നു. അപ്പത്തിനൊക്കെ അതല്ലേ ഇടുന്നത്. അപ്പോൾ ഇച്ചിരി ജീരകം ഇട്ടിട്ട് അരച്ചെടുത്തതാണ്. നന്നായിട്ട് പൊങ്ങി വന്നിട്ട് നല്ല അടിപൊളി മുട്ടയപ്പായിട്ടുണ്ട് ഗൈസ്. നല്ല ചൂടുണ്ട് ഉണ്ടോ, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ആൾക്കാർ പറയണതെന്ന് വെച്ചാൽ നമ്മളത് തിരിച്ചിട്ട് വേവിച്ചില്ലെങ്കിൽ ഉള്ളു വേവില്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേങ്കിൽ ആ എണ്ണ ഒഴിച്ചു കൊടുത്തുകൊണ്ട് തന്നെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഉണ്ടോ. ഇതിപ്പോൾ നമുക്ക് കറിയൊന്നും ഇല്ലാണ്ട് തന്നെ കഴിക്കാം. തിന്നട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതൊട്ട് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തതല്ല, സത്യം പറഞ്ഞാൽ വെറുതെ എടുത്ത് വെച്ചു. ഇനിയിപ്പോൾ ഫ്ലോപ്പായിട്ടുണ്ടെങ്കിൽ നമുക്കത് ഒഴിവാക്കാമെന്നുള്ള രീതിയിൽ ഞാൻ ചെയ്തതായിരുന്നു. പക്ഷെ സക്സസ് ആയി. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ കാണുമ്പോൾ ടാറ്റാ.